ഈ പറഞ്ഞ ഭാഷ സാമാന്യ യുക്തിയുള്ളവർക്കൊക്കെ അറിയാം. ആരാ പി ശശി? എല്ലാവർക്കും അറിയാം. കണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്? ആ ശശിയാണ് വളരെ മോശമായിട്ട് ഇയാൾ പറഞ്ഞത്. ആരാണ് ഈ അജിത് കുമാർ? മുഖ്യമന്ത്രി DGPയെ വെച്ചുകൊണ്ട് തന്നെ തന്റെ പേഴ്സണൽ യാത്രയിൽ വിദേശയാത്രക്ക് കൊണ്ടുപോയാൽ, അതും ചീഫ് സെക്രട്ടറിയുടെ സമ്മതമില്ലാതെ വിദേശയാത്ര അനുമതിയില്ലാതെ വിദേശയാത്രക്ക് കൊണ്ടുപോയാൽ, ഞാൻ ലേറ്റസ്റ്റ് ഉദാഹരണം പറഞ്ഞത് ഇന്ത്യ വിറച്ചുപോയ വയനാട് ദുരന്തത്തിന്റെ ചാർജ് കൊടുത്തിരിക്കുന്ന ഇയാൾക്കാണ്. അത്രമേൽ വിശ്വസ്തനായ ഒരാളെ അൻവർ വെറുതെ പോയി തൊടാൻ അൻവറിനെ അറിയുന്ന ആളുകൾക്കറിയാം. അൻവർ ഒരു ഫൂളല്ല, അങ്ങനെ ഒരു വിഡ്ഢിയൊന്നുമല്ല. അതുകൊണ്ട് അൻവർ നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്താണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ട ദുരൂഹത ഇതാണ്. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഈ വിഷയത്തിലെ സത്യസന്ധതയുടെ കൂടെ നിൽക്കാൻ ഇന്നെങ്കിലും അൻവറിനൊക്കെ ബോധ്യമായല്ലോ എന്ന അർത്ഥത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു. ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്നുള്ളത്. എന്തായിരിക്കും KT ജലീൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പിന്നിലെന്നാണ് അദ്ദേഹത്തിന്റെ കുറെ തമാശകൾ നമ്മൾ കേൾക്കും. വളരെ സീരിയസ് ആയ കാര്യമല്ല പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അൻവർ പറഞ്ഞിരിക്കുന്നതിൽ ഇതിലൊരു ആണത്തെങ്കിലുണ്ട്. അതുപോലുള്ള കാര്യം പറയട്ടെ. ഇപ്പൊ മത്സരിക്കണില്ല, ഇതൊക്കെ കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. മത്സരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം മത്സരിക്കുന്നില്ല എന്ന് പറയലാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കരുത്. താൽക്കാലികമായ സിമ്പതികൾ, അങ്ങനത്തെ ഒരു നരമ്പ് സുഖത്തിന്റെ സമയമല്ലല്ലോ ഇത്. ഇത് വളരെ സീരിയസ് ആയ ഒരു പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനിടയിൽ ഇത്തരം തമാശകൾ നമുക്ക് ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ സോളാർ കേസിൽ ഈ അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ടെന്നും അതിൽ പലതരത്തിലുള്ള മൊഴികൾ, അതായത് മൊഴി പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അജിത് കുമാറിന്റെ കൃത്യമായിട്ട് ഇടപെടലുണ്ടെന്ന് ഇപ്പോൾ പരാതിക്കാരി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 7 മാസം മുൻപ് പരാതിയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അത് ഒരുപക്ഷെ എന്തിന്റെ ഭാഗമായിട്ടായിരിക്കും? അതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്, വേറെ കാര്യം. പക്ഷെ അതിന്റെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വോയിസ് പുറത്തു വിടുമ്പോൾ അതിന്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ പരിശോധിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സാധനത്തിന്റെ മുകളിൽ CBI വരെ അന്വേഷിച്ച് വിട്ടൊരു കേസിൽ നമ്മൾ എന്താ ഒരു കമന്റ് പറയേണ്ടത്? അദ്ദേഹം തന്നെ പറയാണ്, ഇത് ഇന്നാൾ പറഞ്ഞ ശബ്ദമാണ്, ബാക്കിയുള്ളത് SP-യുടെ ഫോണിന് അങ്ങനെ തന്നെ ചോർത്തല്ല അൻവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് വോയിസ് മാറ്റിയിട്ടുണ്ട്, പോലീസ് മാറ്റിയിട്ടാണ് പുറത്തു വിട്ടത്. എന്നാൽ ഇതിന്റെ ഒതന്റിസിറ്റിയിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ പത്രക്കാരോട് പറഞ്ഞു. അതിലൊരു കമന്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് സമ്പൂർണ്ണ പരാജയമാണെന്നാണ് ഒരു ഭരണകക്ഷി MLA പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയോ മറുപടി പറയേണ്ട വിഷയം. ഈ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, 29 വകുപ്പ് തന്റെ ഒരു കക്ഷിക്കും ഒരു മന്ത്രിക്കും വിട്ടുകൊടുക്കാതെ അതിൽ സുപ്രധാനമായി തോന്നിയത് അതിന്റെ വലിയൊരു കഷ്ണം എടുത്തിട്ട് മരുമോന് കൊടുത്തു എന്നല്ലാതെ ബാക്കിയുള്ള വകുപ്പുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന് മാത്രമല്ല, ഇയാൾ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂച്ചൂടും അഴിമതിയാണ്, കടുത്ത അഴിമതിയാണ്. അദ്ദേഹത്തിന്റെ ഓരോ വിദേശയാത്രകൾ പോലും കേരളം ഗൌരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. കൂടെ കൊണ്ടുപോയതൊക്കെ അൻവർ പറഞ്ഞ നൊട്ടോറിയസ് ക്രിമിനലുകളെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചീഫ് സെക്രട്ടറിയുടെ അനുമതി പോലും ഇല്ലാതെ ഈ നൊട്ടോറിയസ് ക്രിമിനലിനെയും കൊണ്ടാണ്, എന്റെ ഭാഷയല്ല കേട്ടോ, ഭരണകക്ഷി MLA-യുടെ ഭാഷയാണ്, നൊട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള ADGP-നെ കൊണ്ടാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സംശയിക്കപ്പെടാവുന്നതാണ്.